ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ദ അല്ലെങ്കിൽ ധി. അത് രണ്ട് രീതിയിലും നമ്മൾ ഉച്ചരിക്കാറുണ്ട്. അതൊരു പ്രത്യേക റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ദ ആണോ അല്ലെങ്കിൽ ധി ആണോ എന്ന് പറയുന്നത്. വൗവൽസ്, അതായത് സ്വരാക്ഷരങ്ങൾ, ഇംഗ്ലീഷിലെ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് എ, ഇ, ഐ, ഒ, യു എന്നിവയാണ്. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങൾക്ക് മുൻപ് നമ്മൾ ദി എന്നാണ് ഉച്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. സ്വരാക്ഷരങ്ങൾക്ക് മുൻപ് നമ്മൾ ദി എന്നാണ് ഉച്ചരിക്കുന്നത്. ഉദാഹരണത്തിന് ദി ഓഫീസ്. ഓഫീസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഓ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ദി എന്ന് ഉച്ചരിച്ചത്. അതേസമയം വ്യഞ്ജനങ്ങൾ അഥവാ കൺസോണൻസ് വരുമ്പോൾ നമ്മൾ ദ എന്നാണ് ഉച്ചരിക്കാറുള്ളത്. കൺസോണൻസ് എന്ന് വെച്ചാൽ വൗവൽസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സിനെയും നമ്മൾ കൺസോണൻസ് അഥവാ വ്യഞ്ജനങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ ബുക്ക്. ഇവിടെ ബുക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ബി ആണ്. ബി എന്ന് പറയുന്നത് ഒരു കൺസോണൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ദ ബുക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം ദി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നേരത്തെ പരാമർശിച്ചിട്ടുള്ള നാമങ്ങൾക്ക് മുൻപ്, അതായത് രണ്ട് സെൻറ്റൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു സെൻറ്റൻസിൽ ഏതെങ്കിലും ഒരു നാമത്തെപ്പറ്റി പരാമർശമുണ്ട്. അതിനെപ്പറ്റി തന്നെ വീണ്ടും രണ്ടാമത്തെ സെൻറ്റൻസിൽ റിലേറ്റ് ചെയ്ത് പറയുകയാണ്. എക്സാമ്പിൾ, I saw an old man yesterday. There was a girl with the old man. അതായത് ഞാൻ ഒരു വൃദ്ധനെ ഇന്നലെ കണ്ടു, ആ വൃദ്ധൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതായത് ഓൾഡ് മാൻ എന്നുള്ളത് ഫസ്റ്റ് സെൻറ്റൻസിൽ ഓൾറെഡി നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് ആ ഓൾഡ് മാൻ്റെ കൂടെ ഒരു ഗേള് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ ഓൾഡ് മാൻ എന്ന് വന്നപ്പോൾ നമ്മൾ ദി ചേർത്തിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. അടുത്ത സന്ദർഭം, ഈ ലോകത്ത് അനുപമമായ അല്ലെങ്കിൽ ഒരേ ഒരു എണ്ണം മാത്രമുള്ള ഏത് കാര്യത്തിനും തൊട്ട് മുൻപിലായിട്ട് നമ്മൾ ദി ചേർക്കും. എക്സാമ്പിൾ, എർത്ത്, സൺ, മൂൺ, സീ, ഇതിനെയെല്ലാം മുൻപിലായിട്ട് നമ്മൾ ദി ചേർക്കും. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ദി എർത്ത് ഈസ് റൗണ്ട്. ഭൂമി ഉരുണ്ടതാണ്. അടുത്തത്, ദ സൺ ഗീവ്സ് അസ് ലൈറ്റ്. സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു. അടുത്തത്, ദ സീ ഈസ് കാം ടുഡേ. സമുദ്രം ഇന്ന് വളരെ ശാന്തമാണ്. അടുത്ത സന്ദർഭം, നാമങ്ങളെ നമ്മൾ വാക്യാംശങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചേർക്കും? ദ ചേർക്കും. എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ എന്ന് വെച്ചാൽ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം. അതായത് പർവ്വതത്തിനെ നമ്മൾ വാക്യാംശങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അതായത് ടോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ടോപ്പിന് മുന്നിലായിട്ട് നമ്മൾ ദ ചേർത്തിരിക്കുന്നത്. അടുത്തത്, ദ റൂഫ് ഓഫ് ദ ബിൽഡിംഗ്. കെട്ടിടത്തിൻ്റെ മേൽക്കൂര. ദ ബാക്ക് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ പിൻവശം. അടുത്ത സന്ദർഭം, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപ്, അതായത് ഏറ്റവും ചെറുത് അല്ലെ ഏറ്റവും വലുത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ദ ചേർക്കും. എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഹീ ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അവന് ക്ലാസ്സിലെ ഏറ്റവും പൊക്കമുള്ള കുട്ടിയാണ്. ടോളസ്റ്റ് എന്നുള്ളതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അടുത്തത്, ദിസ് ഈസ് ദ ബെസ്റ്റ് നോവൽ ഐ ഹാവ് എവർ റെഡ്. അതായത് ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നോവലാണിത്. ബെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവിടുത്തെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അടുത്തത്, യു വെയർ ദ ഫസ്റ്റ് ടു അറൈവ്.
നിങ്ങളാണ് ഒന്നാമനായി എത്തിയത്. ഫസ്റ്റ്, ലാസ്റ്റ് എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ദ ചേർക്കാറുണ്ട്. അടുത്ത സന്ദർഭം നദികൾ, കനാലുകൾ, മഹാസമുദ്രങ്ങൾ, ഒരു കാര്യം കൂടിയുണ്ട് പർവ്വതനിരകൾ, ഇവയൊക്കെ അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ബഹുവചന നാമങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ദയാണ് അതിനു മുൻപായിട്ട് ചേർക്കാറുള്ളത്. എക്സാമ്പിൾ നോക്കാം. ഈജിപ്റ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. നൈൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു നദിയാണ്. അതായത് ഈജിപ്റ്റ് നൈൽ നദിയുടെ ദാനമാണ്. അതുകൊണ്ടാണ് നൈലിന് മുൻപ് നമ്മൾ ദ ചേർത്തിരിക്കുന്നത്. അടുത്തത് ദ റെഡ് സീ ലൈസ് ബിറ്റ്വീൻ ഈജിപ്റ്റ് ആൻഡ് സൗദി അറേബ്യ. ചെങ്കടൽ ഈജിപ്തിനും സൗദി അറേബ്യയ്ക്കും ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡ് സീ എന്ന് പറയുന്ന ഒരു സീ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ദ ചേർത്തിരിക്കുന്നത്. അടുത്തത് ആംസ്റ്റർഡാം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ നെതർലാൻഡ്സ്. അതായത് നെതർലാൻഡ്സിൻ്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നെതർലാൻഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്ലൂറൽ രീതിയിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ദ ചേർത്തിരിക്കുന്നത്. അടുത്തത് ദ ഹിമാലയാസ് ആർ ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ദ വേൾഡ്. ഹിമാലയ പർവ്വതനിരയാണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ പർവ്വതനിര. അതൊരു പ്ലൂറൽ രീതിയിലാണ് വന്നിരിക്കുന്നത്. പർവ്വതനിര എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മൗണ്ടനാണ് ഹിമാലയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹിമാലയയുടെ തൊട്ട് മുൻപിലായിട്ട് നമ്മൾ ദ ചേർത്തിരിക്കുന്നത്. അടുത്ത മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. USA, USSR, UK, സുഡാൻ എന്നീ പേരുകൾക്ക് മുൻപ് നമ്മൾ ദ ചേർക്കാറുണ്ട്. ദ USA, ദ USSR, ദ UK എന്നിങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ചില വിശേഷണങ്ങൾ ബഹുവചന രൂപത്തിലാക്കാൻ വേണ്ടിയും നമ്മൾ ദ ചേർക്കാറുണ്ട്. അതായത് ദ റിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ധനവാന്മാർ. ദ പൂവർ എന്ന് വെച്ചാൽ ദരിദ്രർ. ദ ബ്രേവ് എന്ന് വെച്ചാൽ ധീരന്മാർ. ദ ഡെഡ് എന്ന് വെച്ചാൽ മരിച്ചവർ. അപ്പോൾ മരിച്ചവർ അങ്ങനെയുള്ള ബഹുവചന രൂപത്തിലാണ് ഈ പറയുന്ന എന്താണ് ദ റിച്ച്, ദ പൂവർ, ദ ബ്രേവ്, ദ ഡെഡ് എന്നിങ്ങനെയെല്ലാം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെറും റിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിശേഷണമാണ്. അല്ലെ പൂവർ എന്ന് പറയുന്നതും വിശേഷണമാണ്. അതിനെ നമ്മൾ ബഹുവചന രൂപത്തിലാക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. ദ യൂസ് ചെയ്യുന്ന മറ്റൊരു സന്ദർഭമാണ് ഒരു വിഭാഗത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് പറയാം. ദ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് വെച്ചാൽ പശു ഒരു വളർത്തു മൃഗമാണ്. അതിൻ്റെ അർത്ഥം എല്ലാ പശുക്കളും വളർത്തു മൃഗങ്ങളാണ് എന്നുള്ളതാണ്. മറ്റൊരു സന്ദർഭമാണ് കണ്ടുപിടുത്തങ്ങളുടെ പേരുകൾക്ക് മുൻപ് നമ്മൾ ദ ചേർക്കാറുണ്ട്. ഏതെങ്കിലുമൊക്കെ ഇൻവെൻഷൻസ് ഉണ്ടെങ്കിൽ അതിന് മുൻപ് നമ്മൾ എന്താണ് ദ ചേർക്കാറുണ്ട്. എക്സാമ്പിൾ ദ ടെലിഫോൺ ഈസ് എ വെരി യൂസ്ഫുൾ ഇൻവെൻഷൻ. ടെലിഫോൺ വളരെ ഉപയോഗമുള്ള ഒരു കണ്ടുപിടുത്തമാണ്. മറ്റൊരു സിറ്റുവേഷൻ നാം പരാമർശിക്കുന്നത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് വ്യക്തമാക്കുന്നു ഉണ്ട് എങ്കിൽ അത്തരം നാമങ്ങൾക്ക് മുൻപിൽ നമ്മൾ ദ ചേർക്കാറുണ്ട്. ദ പോസ്റ്റ്മാൻ ഈസ് കമ്മിങ്. അപ്പോൾ പോസ്റ്റ്മാനെയാണ് നമ്മൾ പരാമർശിച്ചിരിക്കുന്നത്. പോസ്റ്റ്മാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പോസ്റ്റ്മാന് മുൻപ് നമ്മൾ ദ ചേർത്തിരിക്കുന്നത്. അടുത്തത് ഐ ആം ഗോയിങ് ടു കൺസൾട്ട് ദ ഡോക്ടർ. ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ്. അവിടെ ഡോക്ടറിനെയാണ് നമ്മൾ പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടറിന് മുമ്പ് നമ്മൾ ദ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതിന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവുകയും അരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.